നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ഒളിമ്പിക്സിൽ നടന്ന തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ ഗംഭീര വിജയമാണ് വമ്പന്മാരായ അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത്. 1-3 ഗോളുകൾക്കാണ് അവർ ഇറാഖിനെ തോൽപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ ഹൂലിയൻ അൽവരസ്, തിയാഗോ അൽമേഡ, അതുപോലെ തന്നെ എക്കി ഫെർണാണ്ടസ് എന്നിവരൊക്കെ ഈ മത്സരത്തിൽ മിന്നുന്ന പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഇതോടെ ക്വാർട്ടർ സാധ്യതകൾ ഇപ്പോൾ അർജന്റീന നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഉക്രൈനാണ് അവരുടെ എതിരാളികൾ. അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള വൈര്യം അത് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഏറെ പ്രശസ്തമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന കിരീടം നേടിയിരുന്നത്. അതോടുകൂടിയായിരുന്നു അത് കൂടുതൽ ശക്തി ആർജിച്ചത്. പിന്നീട് അർജന്റീൻ താരങ്ങൾ ഫ്രാൻസ് താരങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചത് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ വിവാദമായി. ഇതിന്റെ ബാക്കിയായിക്കൊണ്ടായിരുന്നു അർജന്റീനയുടെ ഒളിമ്പിക് ടീമിന് ഫ്രാൻസിൽ വെച്ചുകൊണ്ട് കൂവൽ ഏൽക്കേണ്ടി വന്നത്. ഏതായാലും അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ഫൈനൽ മത്സരം ഒളിമ്പിക്സിൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് അർജന്റീനയുടെ പരിശീലകനായ ഹവിയർ മഷരാനോയോട് ചോദിക്കപ്പെട്ടിരുന്നു. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ്: ആരെ കിട്ടണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു പൊസിഷനിൽ അല്ലല്ലോ നമ്മൾ ഉള്ളത്. ഞങ്ങൾ റിക്കവർ ആവേണ്ടതുണ്ട്. വരുന്ന മത്സരത്തിൽ ഞങ്ങൾ വിജയം സ്വന്തമാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഞങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതാണ് ഹവിയർ മഷരാനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുക എന്നുള്ളതിൽ മാത്രമാണ് തങ്ങളുടെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് മഷരാനോ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അർജന്റീൻ സീനിയർ താരങ്ങൾ തങ്ങളുടെ ടീമിനെ പിന്തുണച്ചതിനെ കുറിച്ചും മഷരാനോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സീനിയർ താരങ്ങളുടെ പിന്തുണയിൽ എനിക്ക് എപ്പോഴും നന്ദിയുണ്ടാകും. അവർ എല്ലാവരും ഞങ്ങൾക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു. നാഷണൽ ടീം സൃഷ്ടിച്ചത് എല്ലാം പുകഴ്ത്തലുകൾ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. താരങ്ങൾ മാത്രമല്ല, കോച്ചിങ് സ്റ്റാഫും പ്രശംസകൾ അർഹിക്കുന്നുണ്ട്. എല്ലാ സമയത്തും അവരുടെ പിന്തുണ ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയും കൃതാർത്ഥതയും ഉണ്ട്. മെസ്സിയുടെ സപ്പോർട്ടും എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഇതാണ് മഷരാനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അർജന്റീനയുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ കാര്യങ്ങൾ ഒരൽപ്പം സങ്കീർണമാണ്. കാരണം എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. 3 പോയിന്റുമായി എല്ലാവരും തുല്യ നിലയിലാണ്. പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ അർജന്റീനയാണ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.